ഹലോ. കറണ്ട് അഫയേഴ്സ് 2025. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കെ സോമപ്രസാദ്. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കെ സോമപ്രസാദ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വൈസ് ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വൈസ് ചെയർമാനായി നിയമിതനായ മലയാളിയാണ് MV ശ്രേയാംസ് കുമാർ. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സമഗ്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇ സമൃദ്ധ. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സമഗ്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇ സമൃദ്ധ. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന കിയോസ്കുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാ കെയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന കിയോസ്കുകൾ അറിയപ്പെടുന്നത് മാ കെയർ. പി കേശവദേവിൻ്റെ സ്മരണാർത്ഥം പി കേശവദേവ് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാര ജേതാവാണ് ശശി തരൂർ. പി കേശവദേവിൻ്റെ സ്മരണാർത്ഥം പി കേശവദേവ് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാര ജേതാവ് ശശി തരൂർ. പൊതുസേവനം ലഭ്യമാക്കുന്നതിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കേരളം നടപ്പിലാക്കിയ 3 പദ്ധതികൾ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ തിരഞ്ഞെടുത്തു. അവ ഏതൊക്കെയാണ്? പൊതുസേവനം ലഭ്യമാക്കുന്നതിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി കേരളം നടപ്പിലാക്കിയ 3 പദ്ധതികൾ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ തിരഞ്ഞെടുത്തു. അവ ഏതൊക്കെയാണ്? കെ സ്മാർട്ട്, ഡിജി കേരളം, പാലിയേറ്റീവ് കെയർ. കെ സ്മാർട്ട്, ഡിജി കേരളം, പാലിയേറ്റീവ് കെയർ. 2025 ഡിസംബറിൽ സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അന്തിമ പോളിംഗ് ശതമാനം എത്ര ശതമാനമായിരുന്നു? 73.68%. 73.68% അന്തിമ പോളിംഗ് ശതമാനം. നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന നാവികസേന അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന നാവികസേന അഭ്യാസത്തിൽ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്.